ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്, കേൾക്കുക. അധികാരത്തിൽ വരുന്നത് അത് ഉപയോഗിച്ചത് ഈ ഇമിഗ്രേഷൻ എന്നൊരു പ്രോബ്ലം ആണ്. അത് നന്നായി നടപ്പാക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ബൈഡൻ വരുന്നത്. ആ ബൈഡന്റെ കാലത്തും ഉണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള ഡീപ്പോർട്ടിങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പിന്നെ നമ്മുടെ ശശി തരൂർ പറഞ്ഞൊരു കണക്കുണ്ട്, 1100 പേരെ 1358 പേരെ കഴിഞ്ഞ വർഷം ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ. അതിന് ജയശങ്കറും രാജ്യസഭയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് 1,60,000-ഓളം പേരെയാണ് 140 രാജ്യങ്ങളിലേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രംപ് ഡീപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം നോക്കിയല്ലോ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര രസകരമായ കാര്യം വെച്ചാൽ ട്രംപ് ഇലക്ഷനിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഇല്ല. തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഒരു പ്രചാരണമാണ്. ചൈന സ്പോൺസർ ചെയ്യുന്ന ചില പിന്നെ എൻവയോൺമെന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും കപടമായി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പൊല്യൂഷൻ പ്രശ്നമാക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ ഓസോൺ ലെയറിലെ പാളി ഉണ്ടാകുന്നുള്ള പ്രശ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല, ഈ ഗ്രീൻ പിന്നെ ഗ്യാസ് എമിഷൻ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് പോകണം, അങ്ങനെ എക്കണോമി ബൂസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചൈനയെ എപ്പോഴും ഒരു ശത്രുവായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ട്രംപിന്റെ ഒരു രീതിയാണ്. ഇപ്രാവശ്യം നോക്കിയേ 40% ടാരിഫ് വർദ്ധിച്ചിരിക്കുന്നത്. അല്ല, ഇമ്മീഡിയറ്റ് ടാരിഫ് വർധനയാണ്. അതിനകത്ത് ഏതായാലും നമ്മൾ പെട്ടിട്ടില്ല കേട്ടോ, ഇന്ത്യ പെട്ടിട്ടില്ല. കാനഡയും മെക്സിക്കോയും ചൈനയൊക്കെയാണ് ടാരിഫ് വർദ്ധിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ 25% വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. മറ്റു രാജ്യങ്ങളിനകത്ത് 40% ചൈനയ്ക്ക് പിന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ടാരിഫ് നികുതി എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യൻ ബജറ്റിന് ശേഷം ചില ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞത് ഈ ടാരിഫ് വർധനയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ ഇമ്പോർട്ടിന്റെ പലതും ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടെന്നാണ്. ടാക്സേഷൻ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ മോട്ടോർ സൈക്കിൾസ് അടക്കമുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഇമ്പോർട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട്, ടാക്സ് കുറച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന ഒരു ഭീഷണിയായിട്ട് ട്രംപ് മാറുന്നുണ്ട്. ആ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ ഉണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെ വിഷയം നമ്മളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഡീപ്പോർട്ടേഷൻ ആണ്. ആ ഡീപ്പോർട്ടേഷനകത്ത് ഇന്ന് ജയശങ്കർ വലിയ പരാജയമായിരുന്നു കേട്ടോ. കാരണം നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ കൊളംബിയൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കൊളംബിയൻ പ്രസിഡന്റ് ഇവിടെ and subscribe please.